ഞാൻ അനവധി മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്, ധാരാളം മന്ത്രം ലഭിക്കുന്നുണ്ട്. ഇതൊന്നും എനിക്ക് ഫലം കിട്ടുന്നില്ല. എന്താണ് കാരണം? സർവമംഗളമംഗല്യേ ശിവി സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണി നമോസ്തുതി. ഇതിനൊന്നും ഒരു ദീക്ഷയുടെ ആവശ്യമില്ല. നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും ജപിക്കാവുന്നതാണ് നാരായണം. ഹൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹനം ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് നാരായണ മന്ത്രം. നമ്മൾ അതിന് മനസ്സിലേക്ക് വരുത്തണം. ആ ഭഗവാനെ, ആ രൂപത്തെ നമ്മൾ മനസ്സിലേക്ക് വരുത്തി നമ്മൾ മനസ്സിൽ സ്ഥാപിക്കണം. അനാഹൃത ചക്രത്തിൽ ഭഗവാൻ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ആജ്ഞാചക്രത്തിൽ വേണമെന്ന് പറയും, പക്ഷേ ആജ്ഞാചക്രത്തിലൊന്നും നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. മൂലാധാര ചക്രത്തിൻ്റെ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധനത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും. അവിടെ നമ്മൾ പുരിയങ്ങൾക്കിടയിൽ കിടന്ന ആജ്ഞാചക്രം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ആജ്ഞാചക്രത്തെ കണ്ട് പ്രാർത്ഥിക്കണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ചെയ്യാവുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ അനാഹൃതചക്രത്തിൽ പ്രാർത്ഥിക്കണം. ദിവസവും രാവിലെ സൂര്യോദയത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ബ്രഹ്മമുഹൂർത്തമാണ് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യുന്നത്. സൂര്യോദയത്തിന് മുമ്പായിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ അനാഹൃത ചക്രത്തിലേക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം. ഇപ്പം ഈ ഇടയായിട്ട് നോക്കാൻ വരുന്നവർ ചോദിക്കണം, ഞാൻ അനവധി മന്ത്രങ്ങൾ ജപിക്കുന്നുണ്ട്, ധാരാളം മന്ത്രം ലഭിക്കുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ഫലം കിട്ടുന്നില്ല. എന്താണ് കാരണം? അതുപോലെ ക്ഷേത്രങ്ങളിൽ പോയി ഞാൻ ആ പറയുന്ന പൂജ, ഈ പറയുന്ന പൂജ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ഉപകാരം കിട്ടുന്നില്ല. എന്താണ് കാരണം? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മന്ത്രങ്ങൾ അങ്ങനെയൊന്നും തോന്നിയ മാതിരി ജപിക്കാൻ പാടില്ല. മന്ത്രത്തിന് ദീക്ഷ, അപ്പോൾ ദീക്ഷ കൊടുക്കാൻ ഉണ്ടാവുമായിരിക്കും ചില, പക്ഷെ മന്ത്രദീക്ഷ കിട്ടും. മന്ത്രത്തിന് ഒരു വ്യക്തിക്ക് 5-ാം ഭാവം കൊണ്ടാണ് മന്ത്രം എന്താണെന്ന് നമുക്കറിയാം. 5ഉം 9ഉം നോക്കേണ്ടത് നമ്മൾ. അപ്പോൾ ആ മന്ത്രം നമുക്ക് ചൂട്ടല്ലെങ്കിൽ അത് ചൊല്ലരുത്. 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടൊക്കെ എടുത്ത ആ രാശിയാധിപൻ്റെ മന്ത്രങ്ങൾ ചൊല്ലരുത്. പിന്നെ അതുകൂടാതെ നമ്മളെപ്പോഴും വിളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കൂടെയായി വരുന്നൊരു ദേവനുണ്ട്. ആ ദേവനെ ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നതാണ് എൻ്റെ അമ്മേ ദേവി, കൃഷ്ണ കൃഷ്ണ, നാരായണ ഒക്കെ വിളിക്കാം. ആ നാരായണ മന്ത്രവും രാമമന്ത്രവും നമഃശിവായ ഒന്നും ചൊല്ലുന്നത് യാതൊരു ദീക്ഷയും വേണ്ട. സർവമംഗളമംഗല്യേ ശിവി സർവാർത്ഥ സാധകേ ശരണ്യത്രംബികേ ദേവി നാരായണി നമോസ്തുതി. ഇതിനൊന്നും ഒരു ദീക്ഷയുടെ ആവശ്യമില്ല. നമുക്ക് സാധാരണക്കാർക്ക് എപ്പോഴും ജപിക്കാവുന്നതാണ് നാരായണം. ഹൃദുവായ പെണ്ണിനും ഇരപ്പനും ദാഹനം ആർക്കു വേണമെങ്കിലും ജപിക്കാവുന്നതാണ് നാരായണ മന്ത്രം. അതേപോലെയാണ് നമഃശിവായ ജപിക്കാം. പിന്നെ കുറച്ച് നമ്മൾ മന്ത്രം വെറുതെ ജപിച്ചിട്ട് ഇപ്പോൾ 1008 അക്ഷരലക്ഷം ജപിക്കുമെന്ന് പറയുമ്പോൾ അക്ഷരലക്ഷം എണ്ണി ഉണ്ടാക്കി എഴുതി ജപിച്ചു ഫലമില്ല. പക്ഷെ അങ്ങനെയല്ല. അതിന് മനസ്സിലേക്ക് വരുത്തണം. ആ ഭഗവാനെ, ആ രൂപത്തെ നമ്മൾ മനസ്സിലേക്ക് വരുത്തി നമ്മൾ മനസ്സിൽ സ്ഥാപിക്കണം. അനാഹൃത ചക്രത്തിൽ ഭഗവാൻ വന്നിരിക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ആജ്ഞാചക്രത്തിൽ വേണമെന്ന് പറയും, പക്ഷേ ആജ്ഞാചക്രത്തിലൊന്നും നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ 7 ചക്രങ്ങൾ: മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹൃതം, വിശുദ്ധി, ആജ്ഞാചക്രം, സഹസ്രാരം, ഇങ്ങനെ ചക്രങ്ങളുണ്ട്. ഈ ചക്രങ്ങളിലൊക്കെ നമുക്ക് ധ്യാനിക്കാൻ പറയും. മൂലാധാര ചക്രത്തിൻ്റെ ബ്ലോക്കുകൾ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധനത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും. മൂലാധാര ചക്രം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഷുമ്നാ നാഡിയുടെ ഏറ്റവും അടിവശത്തുള്ളതാണ് ഈ മൂലാധാരം. ഈ മൂലാധാര ചക്രത്തിൽ നമ്മൾ ബ്ലോക്കെല്ലാം മാറിയാൽ നമുക്ക് ധനത്തിൻ്റെ ബ്ലോക്ക് മാറും. സ്വാധിഷ്ഠാന ചക്രത്തിൻ്റെ ബ്ലോക്ക് മാറിയാൽ നമ്മൾ ഫാമിലി ലൈഫ്, സ്നേഹങ്ങൾ ഇതൊക്കെ ശരിയാവും. മണിപൂരകത്തിലാണെങ്കിൽ നമുക്ക് വയറ് സംബന്ധമായ അസുഖങ്ങൾ, അസിഡിറ്റി അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും. അനാഹൃത ചക്രം എന്ന് പറഞ്ഞാൽ സ്നേഹം, എല്ലാവരും സ്നേഹിക്കുക. സ്നേഹം അതായത് ഇപ്പോൾ ഒരു നേതാവ്, അങ്ങനെയുള്ള ആൾക്കാർ മറ്റുള്ളവർക്ക് എല്ലാവരും സ്നേഹിക്കുക. ഇപ്പോൾ വീട്ടിലൊരു കാരണവരെ അവരെപ്പോഴും അനാഹൃത ചക്രത്തെ കോൺസെപ്റ്റ് ചെയ്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതാണ് അനാഹൃത ചക്രം. ആ വിശുദ്ധി ചക്രം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശബ്ദത്തിന്, അതുപോലെ തന്നെ ബുദ്ധിമുട്ട്, ഈ ശബ്ദ രൂപീകരണത്തിനും, അതുപോലെ നമുക്ക് ഇൻഡ്യൂഷൻ കിട്ടാനൊക്കെ നല്ലതാണ്. ആജ്ഞാചക്രം എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളത്. അവിടെ നമ്മൾ പുരിയങ്ങൾക്കിടയിൽ കിടന്ന ആജ്ഞാചക്രം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാനെ ആജ്ഞാചക്രത്തെ കണ്ട് പ്രാർത്ഥിക്കണം. അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് ചെയ്യാവുന്ന എന്താ കാര്യം എന്ന് വെച്ചാൽ അനാഹൃത ചക്രത്തിൽ പ്രാർത്ഥിക്കണം. ദിവസവും രാവിലെ സൂര്യോദയത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. ബ്രഹ്മമുഹൂർത്തമാണ് ഏറ്റവും സൂപ്പറായിട്ട് ചെയ്യുന്നത്. സൂര്യോദയത്തിന് മുമ്പായിട്ട് നമ്മൾ വെറുതെ ഇരുന്നിട്ട് നമ്മൾ അനാഹൃത ചക്രത്തിലേക്ക് ശ്രദ്ധിക്കുക. അനാഹൃത ചക്രം എന്ന് പറഞ്ഞാൽ നെഞ്ചിൻ്റെ അടുത്തുള്ളതാണ്. ആ നെഞ്ചിലേക്ക് നമ്മൾ ചന്ദ്രനൊക്കെ തൊടുമല്ലോ, ആ നെഞ്ചിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. വെറുതെ ഇരിക്കുക, ഒരു 20 മിനിറ്റ് വെറുതെ ഇരിക്കുക. അങ്ങനെ ദിവസം ഡെയിലി ഇരിക്കുമ്പോൾ ശൂന്യതയുള്ള പ്രാർത്ഥന എന്ന് പറയും. ശൂന്യതയുള്ള പ്രാർത്ഥന വളരെ പവർഫുള്ളായിരിക്കും അത്. അങ്ങനെ 21 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് വേണ്ടുന്ന മന്ത്രങ്ങൾ നമ്മുടെ കയ്യിലേക്ക് വരികയാണ്. ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ, വലിയ വലിയ മന്ത്രങ്ങൾ,
പ്രത്യങ്കിരി അങ്ങനത്തെ വാർത്താളി അങ്ങനത്തെ മന്ത്രങ്ങളൊക്കെ നമ്മൾ ജപിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഹോമത്തിനൊക്കെ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളാണ്. നമുക്ക് സാധാരണക്കാർക്ക് ജപിക്കാവുന്ന മന്ത്രമാണ് കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണായ ഗോവിന്ദ, ഗോപീജനവല്ലഭായ സ്വാഹ, കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം വേവശമാനയ. ഇത് വിദ്യാലയ ഇതൊക്കെ നമുക്ക് ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. ഇതൊന്നും വേണ്ട, നമുക്ക് ഓം നമ ശിവായ, ഓം നമോ നാരായണ. ഇപ്പോൾ പല സമുദായക്കാരും വരും, ഞാൻ അവരോട് പറയും, നിങ്ങളെന്താ, നിങ്ങളൊരു രാവിലെ ഒരു തിരിയറിച്ച് വയ്ക്കൂ. തിരിയറിച്ച് വെച്ചാൽ എൻ്റെ കാര്യങ്ങൾക്ക് തടസ്സമാണ്. ഒരു കാര്യം ചെയ്യും, നമ്മൾ ജീവിച്ച സമുദായത്തിൽ നമ്മൾ വിശ്വസിച്ച് പോകുന്ന സമുദായമാണ്, അതിന് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. അപ്പോൾ മെഴുകുതിരി കത്തിച്ച് വെച്ച് നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ വെച്ചിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. മാതാവിനെ പ്രാർത്ഥിക്കൂ, ഇല്ല മാതാവിന് ശരി ഈശോനെ പ്രാർത്ഥിക്കൂ. ഇതൊക്കെ ചെയ്യൂ. ഇപ്പം നമ്മൾ സാധാരണ കാര്യതടസ്സങ്ങൾ മാറാനായിട്ട് ഒരു ചെരാതിൽ നെയ്യൊഴിച്ചോ വെളിച്ചെണ്ണ ഒഴിച്ചോ വിളക്കെത്തിച്ചിട്ട് നമുക്ക് അഭിമുഖമായി വെച്ച് എവിടെയെങ്കിലും സ്ഥലത്ത് വെച്ച് നമ്മൾ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കാം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ തന്നോ സിദ്ധിപ്രചോദൻ. ഭാര്യാസമേതനായിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ഗായത്രി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ തന്നെ 21 ദിവസം 21 പ്രാവശ്യം വെച്ച ദിവസവും 21 ദിവസം കഴിയുമ്പോഴേക്കും അതിന് പരിഹാരങ്ങൾ കണ്ടിരിക്കും. അതിനൊപ്പം തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. ജോലിക്കാണെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, അന്വേഷിക്കണം, എവിടെയാണ് വേക്കൻസികൾ, എന്താണ് നല്ല ജോബ് എന്നൊക്കെ അന്വേഷിക്കണം. വിദ്യാർത്ഥികളുടെ പഠിപ്പിനാണെങ്കിൽ അനുസരിച്ച് വിസയ്ക്കാണ് അനുസരിച്ച് എല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. അത് രാവിലെ ഈ പ്രാർത്ഥന ഭയങ്കരമായ പ്രാർത്ഥനയാണ്. അല്ലാതെ വെറുതെ മന്ത്രങ്ങളും ജപിച്ചിട്ട് വെറുതെ കണക്കെത്തിച്ചിട്ട് കടത്ത് കഴിക്കണമായി ജപിച്ചിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും അത് സിമ്പിളായ മന്ത്രങ്ങൾ, വലിയ കുഴപ്പമില്ലാത്ത മന്ത്രങ്ങളാണ്. ഓം നമ ശിവായ 108 പ്രാവശ്യം ഓം നമ ശിവായ ദിവസവും ജപിച്ചോളൂ. ഓം നമോ നാരായണ 108 പ്രാവശ്യം ജപിച്ചോളൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണത്രംബികേ ദേവി നാരായണ നമസ്തേ. അത് ഒരു 21 പ്രാവശ്യം. ഇത് 3ഉം നമ്മൾ രാവിലെ വൈകുന്നേരം സ്വായത്തമാക്കിക്കൊള്ളൂ. നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും തടസ്സങ്ങളും മാറി നമുക്ക് ഉയർച്ചയുണ്ടാവും. പിന്നെ പ്രപഞ്ചത്തിനെ നമ്മൾ പ്രാർത്ഥിക്കും, പ്രപഞ്ചത്തിനെ പ്രാർത്ഥിക്കും. അത് രാവിലെ നമ്മൾ നന്ദി പറയണം. നമുക്ക് നന്ദി കുറച്ച് കുറവാണ്. നമ്മൾ സായിപ്പന്മാരവർക്ക് എപ്പോഴും താങ്ക് യു പറയും, എന്തിനും താങ്ക് യു. നമുക്ക് താങ്ക് യു പറയും കുറവാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിന് എന്തുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്? ഭഗവാന്റെ കൃപ കൊണ്ടല്ലേ എഴുന്നേൽക്കുന്നത്. രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. അപ്പോൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ താങ്ക് യു. ആരോട് പറയണം? താങ്ക് യു, ഭഗവാനെ നന്ദി, ഭഗവാനെ നന്ദി. നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്ന് കാണാനും കേൾക്കാനും ഇടയാക്കിയതാ മാതാപിതാക്കളെ, എൻ്റെ അച്ഛ, എൻ്റെ അമ്മയെ നന്ദി, ഗുരുക്കന്മാരെ നന്ദി, ദേവന്മാരെ നന്ദി, ഇതെല്ലാവർക്കും പ്രപഞ്ചത്തിൽ നന്ദി. ഇതൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മൾ എഴുന്നേക്കാൻ തന്നെ. കരാഗ്രവസ്ഥയൊക്കെ ചൊല്ലി പഠിപ്പിച്ചിട്ട് നമ്മളെ ചൊല്ലാറെണ്ണം ചൊല്ലിയത് വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത്, ഇപ്പം ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ധനം ഉണ്ടാവുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുക. ഇന്നത്തെ വരുമാനം എനിക്ക് ഇത്രയായിരിക്കണം. നമ്മൾ കണക്കൂട്ടുക, നമുക്ക് ഇന്നത്തെ വരുമാനം ഇത്രയായിരിക്കണം. അത്ര വരുമാനം എങ്ങനെ കിട്ടാൻ സാധിക്കും, എങ്ങനെ അത് ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി ചിന്തിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികളാണെങ്കിൽ പരീക്ഷയാണ്, എനിക്ക് എല്ലാത്തിനും നല്ല മാർക്ക് A+ കിട്ടണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രാർത്ഥന, അതായത് നമ്മൾ ആ മാർക്ക് കിട്ടുന്നതായിട്ടും മാർക്ക് കിട്ടി ടീച്ചേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, വീട്ടിൽ വന്ന അച്ഛനും അമ്മയും അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഒരാൾക്ക് വീട് വേണം, മോഹമാണ്. ഇപ്പോൾ ധനം ഉണ്ടായാലും വീടുണ്ടാവണമെന്നില്ല, വീടുണ്ടാവാൻ യോഗം വേണം. വീടുണ്ടായി യോഗം ഉണ്ടായാൽ മാത്രമേ വീടുണ്ടാവുള്ളൂ. അപ്പോൾ വീട് വേണം എന്ന് ആഗ്രഹമാണെങ്കിൽ എന്ത് ചെയ്യണം? വീടിനെ പറ്റി ചിന്തിക്കുക. നല്ലൊരു വീട് വയ്ക്കുന്നതായിട്ടും ആ വീട്ടിൽ കിച്ചൺ ഉണ്ടാക്കുന്നതായും കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്തായിട്ടും വിസിറ്റേഴ്സ് വരുന്നതായിട്ടും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതായിട്ടും ഇതെല്ലാം നമ്മൾ നമ്മുടെ മനസ്സിൽ മാനിഫെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ പ്രപഞ്ചം തന്നെ പറയും തഥാസ്തു എന്ന് പറഞ്ഞാൽ നിനക്ക് സംഭവിക്കട്ടെ. ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരെ എന്ത് ചെയ്താലും അവരെ നമ്മൾ നിന്ദിക്കരുത്. അടുത്തുള്ള ആളുടെ വീട്ടിലൊരു വണ്ടി വാങ്ങിച്ചു, സ്കോഡ വാങ്ങിക്കട്ടെ, സന്തോഷം, വളരെ സന്തോഷം, അവർക്കത് ഉണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ, നമ്മൾ കാണാത്ത സമയം കാണാമല്ലോ എന്ന് സന്തോഷിക്കാം. അങ്ങനെ മറ്റുള്ളവർക്ക് ഉണ്ടാവണേ നമ്മൾ സന്തോഷിച്ചാൽ നമുക്ക് ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് തന്നിരിക്കും. നമ്മൾ ജോലി ചെയ്യാനൊന്നും സമ്പാദിക്കാതെ സിമ്പിൾ മന്ത്രം ജപിച്ചാലൊന്നും ധനം ഉണ്ടാവില്ല. നമ്മൾ പണിയെടുത്താൽ മാത്രമേ ധനം ഉണ്ടാവുള്ളൂ. ആ പണി എന്ന് പറയുമ്പോൾ മല്ലപ്പണി, ഇപ്പോൾ വിറക് കയറുമൊക്കെ കൂലിപ്പണിക്ക് പോകുമോ അല്ലെങ്കിൽ കളയ്ക്കുകയോ ഒന്നും അല്ലാതെ നമ്മൾ ബുദ്ധിപരമായിട്ട് നീങ്ങണം. ബുദ്ധിപരമായിട്ട് വരുമാനം എത്ര ഉണ്ടായാലും അതേപോലെ ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ ബുദ്ധി കുറവാണ്. അപ്പോൾ നമുക്ക് വരുമാനം എത്രയുണ്ടെന്ന് വെച്ചാൽ ആ വരുമാനത്തിനനുസരിച്ച് നമ്മൾ ഓരോന്നിനും താരതമ്യം ചെയ്ത് എഴുതി വയ്ക്കണം. എഴുതി വെച്ച് അന്നന്ന് കിട്ടുന്ന വരുമാനവും അന്നത്തെ കിട്ടുന്ന ചിലവും കൂടി കണക്ക് കൂട്ടി ലാഭവിഹിതം നമ്മൾക്ക് വേണം. ഇല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്തിട്ട് വലിയ കാര്യമില്ല. ഒരു ബിസിനസ് ചെയ്തു ലാഭമില്ല, നഷ്ടമാണെങ്കിൽ പിന്നെ ചെയ്തിട്ടുള്ള കാര്യം ഉള്ളത് കൂടി പോലെയാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് പണമുണ്ടാവും, പെട്ടെന്ന് ധനമുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളുപ്പത്തിൽ ധനമുണ്ടാക്കാം അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ചേരാതിരിക്കുക. അപ്പോൾ അവിടെ എന്തോ വ്യത്യാസമുണ്ട്, തെറ്റിപ്പുണ്ടാവും. നമുക്ക് ഇഷ്ടംപോലെ ബാങ്കുകളുണ്ടല്ലോ, എന്തിനാണ് അവിടെയൊക്കെ പോയിടുന്നത്?
അപ്പം അങ്ങനെ ചിന്തയോടുകൂടി ബുദ്ധിപരമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം ഈ മന്ത്രം ചൊല്ലിയാണ് ധനം ഉണ്ടാവില്ല. മന്ത്രം ചൊല്ലുന്നതോട് ധനം നമ്മൾ പണിയെടുക്കണം, ഇതാകണം. പിന്നെ ഇപ്പം അത്തരം ഒരു മന്ത്രമൊക്കെ ഉണ്ട്, സൗന്ദര്യലഹരിയിലെ 33-ാമത്തെ ശ്ലോകമൊക്കെ ഉണ്ട് ധനം വരാനായിട്ട്. പക്ഷെ അതൊക്കെ ചെല്ലിയാൽ മാത്രം പോരാ, നമ്മളതിൽ പ്രവർത്തിക്കണം. നമ്മൾ മുന്നോട്ട് ഇറങ്ങി നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ കാൽക്കുലേഷൻസ് വേണം. എപ്പോഴും കാൽക്കുലേഷൻസ് ഇല്ലെങ്കിൽ അവൻ്റെ ജീവിതം സക്സസ് ആവില്ല. എപ്പോഴും കാൽക്കുലേഷനോടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പം എന്താണ് നമുക്ക് ഇന്ന് ഇപ്പം ആവശ്യം തിരഞ്ഞിരിക്കുക, അത്യാവശ്യമുള്ളത് മാത്രം മേടിക്കുക, ആവശ്യം അവിടെ മാറ്റി വയ്ക്കുക. എല്ലാം മേടിച്ച് കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ മന്ത്രങ്ങളൊന്നും ചെല്ലാതെ, വലിയ മന്ത്രദീക്ഷയൊന്നും എടുക്കാതെ നമുക്ക് കാര്യങ്ങൾക്ക് നമുക്ക് ഒരു നിവൃത്തി മാർഗം വരും. ഇതൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. മന്ത്രം ഇവിടെ കണ്ടു ഇവിടെ കണ്ടു മന്ത്രമൊന്നും അങ്ങനെ ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക. മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണസമയത്ത് നമുക്ക് ബുദ്ധിമുട്ട് വരും, മരിക്കാൻ തന്നെ. അപ്പോൾ മന്ത്രങ്ങൾ നോക്കിക്കണ്ട് ഏത് മന്ത്രം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആ മന്ത്രം മാത്രം ജപിക്കുക. ഒരു മന്ത്രത്തിനും പ്രശ്നമില്ലാതെ ഓം നമ ശിവായ, ഓം നമോ നാരായണ, സർവമംഗളം, ഇത് എപ്പോഴും നമുക്ക് ജപിക്കാം. യാതൊരു മന്ത്രദീക്ഷയും ഒന്നിൻ്റെയും ആവശ്യം തന്നെ ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മന്ത്രം ജപിക്കുമ്പോൾ ആവശ്യമില്ലാത്ത മന്ത്രങ്ങൾ ജപിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മന്ത്രപ്പിഴവ് വരെ, മന്ത്രപ്പിഴവ് ഭയങ്കരമാണ്. മന്ത്രപ്പിഴവ് ഒരു വ്യക്തിക്ക് വരില്ല എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.